പരമായ പുരോഗതി പിന്നോക്ക ജാതിക്കാരെ സവർണരുമായി ഐക്യപ്പെടാൻ മോഹിപ്പിക്കുന്നുണ്ട്. ഓ തുടങ്ങി അവിടെ തിയറി പറച്ചില്. എന്നാ വേണ്ട, കുറച്ച് ഗോസിപ്പ് പറയട്ടെ. അതെ, സതീഷിനിപ്പോ ഒരു അബദ്ധം പറ്റിയ മട്ട. അവൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? തെളിച്ചൊന്നും പറഞ്ഞില്ല. നമ്മുടെ വിശേഷമൊക്കെ ചോദിക്കുന്ന കൂട്ടത്തില് സംഗീയുടെ വിവാഹകാരി എന്തായിന്ന് ചോദിച്ചു. അവനെ ഇവിടെ ഒരു നോട്ടം ഉണ്ടായിരുന്നല്ലോ. നല്ല നമ്പൂരിപ്പയ്യന്മാരെ കിട്ടാത്തോണ്ട് ഇതുവരെ ഒന്നും ഒത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പ അവൻ പറയാ, പ്രേമവും വിവാഹവും ഒക്കെ ആവുമ്പോ സ്വന്തം ജാതി തന്നെ നല്ലതെന്ന്. അതല്ലാതെ പോയവരൊക്കെ അനുഭവിച്ചിട്ടേ ഉള്ളൂന്ന്. ചുരുക്കി പറഞ്ഞ അവരുടെ കോ ലിവിങ് അടിച്ചു പിരിയാറായി. സതീഷ് ഉടനെ കാനഡയിലേക്ക് പോവാ PhD എടുക്കാൻ. 5 വർഷം കഴിഞ്ഞേ തിരിച്ചു വരൂ. അപ്പോഴേക്കും രുക്കു പൊര നിറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഒരു ദളിതന്റെ തലേ തൂങ്ങിയിട്ടുണ്ടാവും. അതെ, സതീഷിനോട് PhD കുറിച്ച് ഒന്നും ചോദിക്കരുത് കേട്ടോ. അവൻ പോണ വിവരം ഇതുവരെ രുക്കുവിനോട് പറഞ്ഞിട്ടില്ല. വരൂ വരൂ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി വിവരം അറിഞ്ഞപ്പോ തൊട്ട് വല്യമ്മച്ചി എന്നോട് പറയുവാ, നിങ്ങളെ ഒരു ദിവസം വിരുന്നിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം വരണം എന്ന്. എനിക്ക് വിളിക്കാനും നിങ്ങൾക്ക് വരാനും ഇപ്പോഴേ ഒത്തുള്ളൂ. വരൂ, വാ വാ, നടക്ക്, വാ സംഗി. അയ്യോ, ഇതെന്ത് പറ്റിയതാ? അത് ടിഫിൻ ബോക്സിന് ചാറ് തുവിയതാ. ഇപ്പൊ തന്നെ കഴുകിയില്ലെങ്കിൽ കറയാവും. വാ, ഞാൻ ബാത്റൂം കാണിച്ചു തരാം. ചെന്ന് കഴുകിട്ട് വാ. സതീഷേ, രുക്കുവിനോട് സംസാരിച്ചോ? ആദ്യം സ്വല്പം കടുംപിടുത്തായിരുന്നു, പിന്നെ അയഞ്ഞു. രുക്കുവിന് നിങ്ങളോട് ആരോടും യാതൊരു വിരോധമില്ല. മാത്രല്ല ഫ്രണ്ട്സ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. കാപ്പക്കുട്ടികളുടെ റിലേറ്റീവ് ആണെങ്കിലും ഇപ്പൊ ഇവരുടെ ഫാമിലിക്ക് അവരോട്ട് യാതൊരു ബന്ധമില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ ആയതുകൊണ്ട് കേസ് വാദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ മേനോന് പ്രശ്നമില്ലാത്ത രീതിയിൽ കേസ് ഒതുക്കി തീർക്കാന്ന് രുക്കു സമ്മതിച്ചു. ഈശോയെ, അന്തോണീസ് പുണ്യാളച്ചൻ വർമാജിയുടെ രൂപത്തിൽ അവതരിച്ചേക്കുവാണ്. ചേറായിൽ ഇതുപോലൊരു ശാപ്പാട് നടന്നിരുന്നു. സഹോദരൻ അയ്യപ്പന്റെ വീട്ടുപറമ്പിൽ. അതോടെ അയ്യപ്പൻ ജാതിന്ന് ഔട്ടായി. വർഷം എത്രയൊക്കെ കഴിഞ്ഞെങ്കിലും അതുമായി ഇത് കമ്പയർ ചെയ്താ ഇത് വെറും ലഞ്ചല്ല, സാമുദായിക വിപ്ലവമാ. ജാതി, മതം, സംവരണം ഇതൊക്കെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കേണ്ട സമയം കഴിഞ്ഞു. മറ്റുള്ള ജീവജാലങ്ങളെ പോലെ തന്നെയല്ലേ മനുഷ്യരും. പിന്നെ നമുക്ക് മാത്രം എന്നത്തിനാ ഈ തരംതിരിവ്? കഴിക്കേ, ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ തലക്കറിയാ.